ഞാനെന്റെ ചെങ്ങായിമാരെ ഇക്കൊല്ലത്തെ കാതലോട് നേർച്ച അങ്ങനെ കഴിഞ്ഞു. പക്ഷെ ഇക്കൊല്ലം നമ്മുടെ കാതലോട് നേർച്ച കൊണ്ടുപോയത് വേറൊരു ചെങ്ങായിയാണ്. അതാരാണ് പറഞ്ഞുതരാൻ നിൽക്കുകയും ഈ കാണുന്ന പിറന്നാണി ചെക്കന്മാരോടൊക്കെ നമ്മുടെ ഷാഫിക്കാടെ പാട്ടിന് ഇങ്ങനെ തുള്ളാണെന്നുണ്ടെങ്കിൽ ആളൊരു മുതൽ തന്നെയാണ്. പക്ഷെ ഉണ്ടല്ല, ഇപ്രാവശ്യം നേർച്ചയ്ക്ക് എന്തൊക്കെയോ ഒരു കുറവുണ്ടായിരുന്നു. സാധാരണ നമ്മൾ കാണുന്ന പോലെ നമ്മുടെ ഗജവീരന്മാരുടെ എണ്ണത്തിൽ തന്നെ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വമ്പം ബാൻഡ് ടീമുകളടക്കം കാണാറുണ്ട്. അതിലടക്കം കുറവുകൾ ഉണ്ടായിരുന്നു. ഇക്കിളി കൂട്ടിയിട്ട് പുളവും കൊള്ളിക്കണ നമ്മുടെ ബട സൗണ്ടുകളടക്കം ഇപ്രാവശ്യം നമ്മുടെ കാതലോട് നേർച്ചയ്ക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ റിയാസ് പരിപാടിക്ക് വരാത്തോണ്ടോ. ഫ്ലെക്സിൽ പേര് വെച്ചിട്ട് ഞങ്ങളുടെ കമ്മിറ്റിക്കാരാവും വന്നില്ല എന്ന് പറഞ്ഞിട്ട് വമ്പം പ്രശ്നം ഉണ്ടാക്കി. അവസാനം ഞാൻ പറഞ്ഞു നമ്മുടെ ജൂനിയർ കലാഭമണി ഉണ്ട് പറഞ്ഞിട്ട് ആ പ്രശ്നം ഞാൻ അങ്ങനെ സോൾവ് ആക്കി. അതേപോലെ തന്നെ അവർക്ക് വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് കൊണ്ട് പാടിക്കൊടുത്തു. അപ്പൊ അവര് ആകപ്പാടേണ്ട റാഹത്തായി. രാത്രി അങ്ങോട്ട് ആയപ്പോണ്ടല്ലോ കമ്മിറ്റിയിൽ ഒരു ഏട്ടനോട് വന്നിട്ട് നമ്മുടെ അറുപന ചക്കന്മാരെ സൈഡാക്കി ഒരു കിണ്ണങ്കാച്ച് ഡാൻസ് ആണ് കളിച്ചു. നമ്മുടെ പരിപാടി കളറായെങ്കിലും ഇക്ക് ആകപ്പാടൊരു സംശയം എന്താണെന്ന് അറിയാം. ആ ഏട്ടനടിച്ച സാധനം എന്നാലും ഏതായിരിക്കും, എന്താ സ്റ്റെപ്പ്, ഏതാ മൂഡ്, അടിപൊളി തന്നെ ആയിരുന്നു. ഏതാണ്ട് 10 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ പരിപാടി തിരശ്ശീല പോണു. പക്ഷെ അവസാനം നമ്മളൊരു സാധനം അടിച്ചിട്ട് നമ്മൾ അവിടെ നിന്നാണ്ട് കഴിച്ചിലായി. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ സദ്ദാമിന്റെ നമ്മൾ വെറുതെ പറഞ്ഞു ഞമ്മക്കൊന്ന് കാതലോട് പോയി വരാം. കുറച്ചും കൂടി ഇനി പറയാണ്ട്, ഇനി കണ്ടന്റ് തീർന്നാലോ നാളെ പറഞ്ഞുതരാം.